ആകാശവാണി കണ്ണൂർ. അവസാനത്തിന്റെ ആരംഭം. കെ. തായാട്ട് എഴുതിയ നാടകം. ശബ്ദം നൽകുന്നവർ: പി. കെ. രാഘവൻ, ടി. വേണുഗോപാലൻ, കെ. വി. രാമചന്ദ്രൻ, എം. എസ്. വാസുദേവൻ, എ. വി. ലക്ഷ്മി, രജിത മധു, തങ്കമണി ശശീന്ദ്രൻ. സംവിധാനം എസ്. ചന്ദ്രൻ. അവസാനത്തിന്റെ ആരംഭം. ദ്രൗപദി, ഗാന്ധാരി ദേവി ഏത് സമയത്തും പുറത്തേക്ക് എഴുന്നള്ളും. കരഞ്ഞു വീർത്ത പ്രകൃതവുമായി നിന്നെ മഹാറാണി കാണുന്നത് എനിക്കിഷ്ടമല്ല. മനസ്സിലായോ? മനസ്സിലാവുന്നോ ദ്രൗപദി? മനസ്സിലാവാഞ്ഞിട്ടല്ലോ അമ്മേ. മകളെ, സ്ത്രീ ഭൂമി മാതാവിനെ പോലെ അത്ഭുതയും സർവം സഹയുമാവണം. വിശേഷിച്ചും വീരക്ഷത്രിയ വംശത്തിൽ ജനിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന കുലസ്ത്രീകൾ വേണ്ടേ ദ്രൗപദി? എന്തായാലും മാതാവേ. മടേ, അന്തഃപുരങ്ങളിലെ ഉരൽപുരദാസിമാരെ പോലും ലജ്ജിപ്പിച്ചു കളയുന്ന തരത്തിലാണല്ലോ മകളെ നീ ചാപല്യം കാട്ടുന്നത്. ഇങ്ങനെയാണോ വേണ്ടത്? ഒരു കാര്യം മറക്കരുത്. വിധി വൈപരീത്യം മൂലം കർത്തവ്യമൂഢരും നിസ്സംഗരുമായി പോയ എന്റെ വീരപ്രസുക്കളായ പുത്രന്മാർക്ക് ശക്തി സ്രോതസ്സായി വർത്തിക്കേണ്ടവളാണ് നീ. നീ തളർന്നാൽ തളരുന്നത് നീ മാത്രമല്ല, സ്ത്രീയുടെ വംശമഹത്വം, ധർമ്മം, കുലം, രാജ്യം. മനസ്സിലാവുന്നോ ദ്രൗപദി? മനസ്സിലാവുന്നു അമ്മേ, എല്ലാം മനസ്സിലാവുന്നു. പക്ഷേ കയ്യെത്താവുന്ന ദൂരത്തിൽ ഒരു തുരുമ്പെങ്കിലും കാണണ്ടേ മാതാവേ? പേരിനെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ. എന്തു പറഞ്ഞു നീ? ഇതാണോ ദ്രൗപദി? ഇതാണോ എന്റെ സങ്കല്പത്തിലെ പുത്രവധു? എന്റെ പ്രിയപുത്രർക്ക് അഗ്നിനാളം കണക്കെ ഊർജ്ജസ്രോതസ്സായി വർത്തിക്കുമെന്ന ഈ കുന്തി സങ്കല്പത്തിൽ കണ്ട ശക്തിസ്വരൂപിണിയായ ദ്രൗപദിയാണോ ഈ പറയുന്നത്? പിടിച്ചു നിൽക്കാൻ ഒരു പാഴ്ത്തുരുമ്പ് പോലും കാണാനില്ലെന്നോ? ധർമാത്മാവായ യുധിഷ്ഠിരനും 1000 മത്തഗജങ്ങളുടെ ശക്തിയുള്ള മാരുതിയും വിക്രമത്തിൽ മഹേന്ദ്ര സദസ്സനായ ധനഞ്ജയനും അശ്വിനി ദേവകൾക്ക് തുല്യരായ നകുല സഹദേവന്മാരും നിനക്ക് ചുറ്റും ശരവ്യൂഹമായി നിൽക്കവേ, അവരെയൊക്കെ പാഴ്ത്തുരുമ്പായി പോലും കാണാനാവാത്ത അന്ധമായ കണ്ണുകളും ശബ്ദമനസ്സുമായാണോ 13 വർഷം ഭർത്തൃസമേതം നീ വനവാസത്തിന് പുറപ്പെടുന്നത്? ആണോ ദ്രൗപദി? എന്താണ് മറുപടി പറയാൻ മടിക്കുന്നത്? എങ്കിൽ നിങ്ങളുടെയൊന്നും ഭാവി പ്രവചിക്കാൻ മഹർഷീശ്വരന്മാർ വേണ്ട. ശേഷജീവിതം മുഴുവൻ പർണകുടീരവും അജിനവും ധർമ്മവിരിപ്പുമായി ആരണ്യകത്തിൽ കഴിയേണ്ടി വരും ദ്രൗപദി. അരുതമ്മേ, അരുത്. അമംഗളം ചൊല്ലി ഈ ദുഃഖിതയെ ഇനിയും ദുഃഖത്തിലാഴ്ത്തരുത്. ദ്രൗപദിയെ തളർത്തരുത്. മകളെ, അമംഗളം പറഞ്ഞ് നിന്റെ ആത്മവീര്യം കെടുത്തുകയല്ല ഞാൻ. ഈ ദുഃഖസാഗരത്തിന്റെ ചുഴിക്കുത്തിൽ നിന്നും മറുകര പോകാൻ എന്റെ പ്രിയപുത്രർക്ക് സർവശക്തൻ അനുഗ്രഹിച്ചേകിയ സ്വർണ്ണ പങ്കായമാണ് നീ. അതൊരിക്കലും ഒടിയരുത്. ഇല്ലമ്മേ, ഇല്ല. അമ്മയുടെ സങ്കല്പത്തിലെ സ്നുഷയായി വർത്തിക്കാൻ ദ്രൗപദിക്ക് തന്റെ ഇടം നശിച്ചില്ല. പൃഥ്വിയിലുള്ള ശ്രേഷ്ഠരത്നങ്ങൾക്കെല്ലാം അധീനയായി തീരട്ടെ എന്ന് പിതൃസവിധത്തിൽ വെച്ച് നടന്ന സ്വയംവര ചടങ്ങിൽ അമ്മ എന്റെ നെറുകയിൽ തൊട്ട് ആശീർവദിച്ചപ്പോൾ ഭർത്താക്കന്മാരെക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു രത്നവും അകതാരിൽ സങ്കല്പിച്ചവളല്ല ദ്രൗപദി. അവരാണ് എന്റെ സായുജ്യം, അവരാണ് എന്റെ മോക്ഷം, അവരാണ് എന്റെ സ്വർഗം. ഇത് സത്യമാണമ്മേ, സത്യം, സത്യം. ദ്രൗപദി, ഗാന്ധാരി ദേവിയുടെ എഴുന്നള്ളത്താണ്. കണ്ണീരിന്റെ നനവുകൾ തുടച്ചു മാറ്റി വ്യാകുലത കീഴടക്കാത്ത മനസ്സോടെ തയ്യാറാവൂ. ജ്യേഷ്ഠത്തിയുടെ മുമ്പിൽ പതരരുത്, തളരരുത്. മനസ്സിലാവുന്നു മകളെ? മനസ്സിലാവുന്നു അമ്മേ. മുന്നിൽ നിൽക്കുന്നത് സർവാദരണീയയും
ശ്രേഷ്ഠയുമായ മഹാറാണിയാണെന്ന മനസ്സിന്റെ ദൗർബല്യം കളയണം. മനസ്സിലാവുന്നു? മനസ്സിലാവുന്നു അമ്മേ. നിന്നെ മാനഭംഗം ചെയ്ത് കാട്ടാളനെ ഗർഭം ധരിച്ചു നടന്ന സ്ത്രീയാണ് മുന്നിൽ എന്ന ചിന്ത കൈവിടരുത്. മനസ്സിലായോ? മനസ്സിലായോ മകളെ? മനസ്സിലായി മാതാവേ. ഇനിയുള്ള കാലം 13 വത്സരവും ആ ചിന്തയുടെ അഗ്നിനാളം മനസ്സിൽ കെടാതെ സൂക്ഷിക്കണം. ശരിയമ്മേ. അതാ മഹാറാണി വരുന്നു. തൊഴുതു നിൽക്കൂ ദ്രൗപദി. പാണ്ഡവമാതാവായ കുന്തി ഹസ്തിനപുരി മഹാറാണി ഗാന്ധാരി ദേവിയുടെ തൃപ്പാദങ്ങളിൽ കൈവണങ്ങുന്നു. എന്തിനു കുന്തി നാം തമ്മിൽ ഇത്തരം ആചാരവാക്കുകൾ? കുലാചാരവും അനുഷ്ഠാനങ്ങളിൽ ലംഘിക്കുന്നത് ശരിയല്ലല്ലോ ജ്യേഷ്ഠത്തെ. അതൊക്കെ നടക്കേണ്ട മട്ടിൽ തന്നെ നടക്കട്ടെ. എന്ത് കുലാചാരങ്ങൾ കുന്തി? ഞാൻ ആളയച്ചിട്ടും അകത്ത് കടന്നു വരാതെ നീ പുറത്തു നിന്ന് കളഞ്ഞല്ലോ. അതെന്തിന്? ഞാൻ ഒറ്റയ്ക്കല്ല മഹാറാണി, പുത്രവധുവുമുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചു. ചെല്ലു ദ്രൗപദി, മഹാറാണിയുടെ പാദങ്ങൾ തൊട്ടു വണങ്ങി അനുഗ്രഹം വാങ്ങും. കുന്തി മാതാവിന്റെ സ്നുഷയും പാണ്ഡവ പത്നിയുമായ ദ്രുപദനന്ദിനി പാഞ്ചാലി ഹസ്തിനപുരി മഹാറാണിയുടെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. എഴുന്നേൽക്കൂ മകളെ. ഈ ഗാന്ധാരി എന്തുമാത്രം ദുഃഖിതയും നിസ്സഹായവുമാണെന്ന് നീ അറിയുന്നില്ല. ദുർവൃത്തരും ദുഷ്ടമതികളുമായ എന്റെ മക്കൾ ചെയ്ത അതിക്രമങ്ങൾക്ക് സ്വർഗം പോലും ഭിക്ഷയാചിച്ചു വാങ്ങി ശ്രേഷ്ഠയായ നിന്റെ കാൽ കീഴിൽ സമർപ്പിച്ച് മാപ്പ് ചോദിക്കേണ്ടവളാണ് ഞാൻ. എന്ത് ചെയ്യാം മകളെ? നടന്നതൊക്കെ വിധിയാൽ ചോദിതവും ഈശ്വര കൽപ്പിതവും എന്ന ആശ്വാസം കൊള്ളാൻ മാത്രമേ നമുക്ക് കരണീയമായിട്ടുള്ളൂ. ആ മഹാശക്തിക്ക് മുമ്പിൽ നാം മനുഷ്യൻ എത്രമാത്രം നിസ്സഹായം. ജ്യേഷ്ഠത്തെ, ഇവൾക്ക് അനുഗ്രഹമേകി യാത്രാനുമതി നൽകൂ മഹാറാണി. ഞാനതിന് അർഹയല്ല ദ്രൗപദി. മഹാറാണി, അനുഗ്രഹം നീരൊഴുക്ക് പോലെ ഉന്നതിയിൽ നിന്ന് താഴോട്ടേക്കാണ് പ്രവഹിക്കേണ്ടത്. ദ്രൗപദി എന്നേക്കാൾ എത്രയോ മീതെയാണ്. കൊതിക്കാവുന്നതിലും മീതെ, ആകാശത്തിനും മീതെ, നക്ഷത്രമണ്ഡലങ്ങൾക്കും മീതെ. ജ്യേഷ്ഠത്തെ, ഞാൻ പാഴ്വാക്കുരക്കുകയല്ല കുന്തി. വിതുരൻ പറഞ്ഞും ശ്രേഷ്ഠ പിതാമഹൻ പറഞ്ഞും ഞാനത് ഞെട്ടലോടെ അറിയുന്നു. ദ്രൗപദി ആകാശമുട്ടെ വളർന്നു നിന്ന മുഹൂർത്തം. ദുരഹങ്കാരിയായ ദുശാസനൻ വസ്ത്രാക്ഷേപം ചെയ്യുക മൂലം നാഭിക്കുഴിയോളം ഊർന്നിറങ്ങിയ ഉടയാട ഇടം കൈകൊണ്ട് താങ്ങിപ്പിടിച്ചും കെട്ടഴിഞ്ഞുലഞ്ഞു കിടക്കുന്ന ചിഗുരഭാരം വലം കൈകൊണ്ട് ഒതുക്കിയും നിന്റെ പുത്രവധു എന്റെ മക്കൾക്ക് നേരെ ശാപവാക്കുകൾ തൊടുത്തുവിട്ട മുഹൂർത്തം. ദ്രൗപദിയുടെ കണ്ണുകളിൽ അപ്പോൾ 1000 സൂര്യഗോളങ്ങൾ തിളങ്ങി നിൽക്കുന്നതായി തോന്നി എന്നാണ് പിതാമഹൻ പറഞ്ഞത്. ഭേദിതമായിരുന്നു നിന്റെ പുത്രവധുവിന്റെ രൂപമെന്നും മതാന്തനായ ദുശാസനന്റെ രക്തം കൊണ്ട് മിനുക്കിയല്ലാതെ ഞാനിനി ചുഗുരഭാരം ഒതുക്കി കെട്ടില്ല എന്ന് ദ്രൗപദി ഉഗ്രശപഥം ചെയ്തപ്പോൾ ദിഗന്ധങ്ങളിൽ കൊടുങ്കാറ്റും ഇടിമുഴക്കവും ഉണ്ടായത്രേ. കുന്തിയെ, മിതഭാഷിയും സത്യവ്രതനും വളച്ചുകെട്ടലില്ലാതെ വാക്കുകൾ ഉച്ചരിക്കുന്നവനുമായ ഭീഷ്മ പിതാമഹന്റെ മുഖത്ത് നിന്നല്ല ഈ വാക്കുകൾ ഗാന്ധാരി കേട്ടതെങ്കിൽ ഏതോ കുൽസിതവൃത്തികൾ പറഞ്ഞു പരത്തുന്ന പൊയ്ക്കഥകളായി കണക്കാക്കി ഞാൻ ആശ്വാസം കൊള്ളുമായിരുന്നു അനിയത്തി. ദ്രൗപദി, എന്താ ഒന്നും മിണ്ടാത്തത്? അവൾ എന്ത് മിണ്ടാനാണ് ജ്യേഷ്ഠത്തെ? നിനക്കുമില്ലല്ലോ കുന്തി മിണ്ടാട്ടം. ദ്രൗപദിയെ ആശീർവദിച്ച് പോകാൻ അനുവാദം നൽകൂ മഹാറാണി. എന്നെ കൊണ്ട് അനുഗ്രഹിപ്പിച്ചേ അടങ്ങൂ എന്ന വാശിയാണല്ലോ കുന്തി നിനക്ക്. ജ്യേഷ്ഠത്തെ, എങ്കിൽ ദ്രൗപദി, ഹസ്തിനപുരത്തിന് ഇന്നോളം ലഭിച്ച കുലവധുക്കളിൽ ഏറ്റവും ശ്രേഷ്ഠയാണ് നീ. നിന്നെ അനുഗ്രഹിക്കാൻ ഈ സന്ദർഭത്തിൽ ഗാന്ധാരി അശക്തിയാണ്. നീതി നിർണയിക്കുന്നത് എന്തോ അത് സ്വീകരിക്കാൻ നിനക്ക് കരുത്തുണ്ടാവട്ടെ മകളെ. പൊയ്ക്കോളൂ, അവളെ പറഞ്ഞേക്കോ കുന്തി. കുന്തി, ദ്രൗപദി നടന്നോളൂ. നിന്റെ പുത്രവധുവിന്റെ മുമ്പിൽ ഞാൻ വല്ലാതെ ചെറുതായി പോയേ കുന്തി. ഒരിക്കലുമില്ല ജ്യേഷ്ഠത്തെ.
ഈ രംഗം നിനക്കൊഴിവാക്കാമായിരുന്നില്ലേ? ഇങ്ങനെ ചെയ്യാനാണ് കുന്തിക്ക് തോന്നിയത്. ഞാൻ നിസ്സഹായിയും നിസ്സാരയുമാണെന്ന് കാട്ടിക്കൊടുക്കാനോ? മഹാറാണി, എന്തിനിങ്ങനെ അമംഗളം പറഞ്ഞ് ഈ കുന്തിയെ കൂടുതൽ അസ്വസ്ഥയാക്കുന്നു? ക്ഷത്രിയ വനിതകൾക്ക് നോക്കിക്കണ്ട് വിസ്മയം കൊള്ളാനുള്ള പ്രകാശഗോപുരമാണ് ഗാന്ധാരി ദേവി. സാനുക്കളിൽ എവിടെയോ ഒരു കറുകനാമ്പ് വിറകൊള്ളുന്നത് കണ്ട് ഹിമശൈലം ഞെട്ടേണ്ടതില്ല. അങ്ങ് ദ്രൗപദിയെ യഥോചിതമായ വാക്കുകൾ കൊണ്ടാണ് അനുഗ്രഹിച്ചിരിക്കുന്നത് എന്ന് കാണാൻ മാത്രം ഉൾക്കാഴ്ച നശിച്ചവളല്ല ഈ കുന്തി. മുങ്ങിത്താഴ്ന്ന എന്റെ മനസ്സിന് പിടിച്ചു നിൽക്കാനുള്ള ഒരു പിടിവള്ളിയാണ് എന്റെ പുത്രവധുവിന് നൽകിയ അർത്ഥവത്തായ അനുഗ്രഹത്തിലൂടെ മനസ്സുനിയായി അങ്ങ് നീട്ടിത്തന്നത്. ഞാൻ വിട ചോദിക്കുന്നു മാതാവേ, യാത്രാനുമതി നൽകിയാലും. പക്ഷെ അനിയത്തി, എന്താണ് മഹാറാണി? പലതവണ പറഞ്ഞയച്ചിട്ടും അകത്തേക്ക് കടന്നു വരാതെ പുത്രവധുവുമായി പുറത്തളത്തിൽ നിന്നുകൊണ്ട് തന്നെ എന്നെ സന്ധിക്കണമെന്ന് ശാഠ്യം പിടിച്ചു കളഞ്ഞല്ലോ നീ. ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഇതിനു മാത്രം? എന്താണ് മറുപടി പറയാത്തത്? അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞാൻ നിന്നോട് ചെയ്തില്ലല്ലോ കുന്തി. മക്കൾ അന്യോന്യം വൈര്യം ഒത്തു മത്സരിക്കുന്നു എന്ന് വെച്ച് അമ്മമാർ തമ്മിൽ വേണ്ടതുണ്ടോ വൈരാഗ്യം? വേണോ കുന്തി? അനിയത്തി, നമുക്കിടയിൽ മതിലുകളില്ല, അത് പാടുമില്ല. അങ്ങനെയല്ലേ വേണ്ടത്? പറയോ? ഉത്തരം മുട്ടി മൗനം കൊള്ളുകയല്ല ഞാൻ. എങ്കിൽ മടി വേണ്ട, കുന്തി പറഞ്ഞോളൂ. എന്തായിരുന്നു അകത്ത് കടക്കാൻ തടസ്സം? കാവൽക്കാരിൽ ആരെങ്കിലും തടഞ്ഞോ കുന്തിയെ? ഇല്ല. ദ്രൗപദി ഇഷ്ടപ്പെട്ടില്ലേ? ചോദിച്ചില്ല. പിന്നെ എന്ത്? കൊട്ടാരത്തിനകത്തേക്ക് കടക്കാൻ പദമൂന്നി നിന്നതായിരുന്നു കുന്തി. എന്നിട്ട് പെട്ടെന്നാണ് മനസ്സ് ഞെട്ടിയത്. അപമാനിതയായ പുത്രവധുവിന്റെ കണ്ണീരും പീഡനത്തിന്റെ സ്വേദബിന്ദുക്കളും വീണ് കൊട്ടാരത്തിന്റെ അകത്തളം പങ്കിലമാണല്ലോ എന്നോർത്ത് ഞെട്ടി. കുന്തി, എനിക്ക് കാൽ കുഴഞ്ഞു. നിർത്തൂ കുന്തി, മതി. കുന്തി, അപമാനമേറ്റത് ദ്രൗപദിക്കല്ല, നീയും ഞാനും അടങ്ങുന്ന സ്ത്രീവംശത്തിന്, സ്ത്രീ മഹത്വത്തിന്, ശ്രേയസ്കരമായ കുരുവംശത്തിന്റെ മാതൃകത്തിന്, അതിക്രമികളും അനർത്ഥകാരികളുമായ കിരാത സദൃശരായ മക്കൾക്ക് ജന്മം നൽകിയ ഈ ഗാന്ധാരിക്ക്. അല്ലേ കുന്തി? അല്ലേ? എനിക്കറിയില്ല മഹാറാണി. കുന്തി, നിന്റെ കഥന സമുദ്രത്തിന്റെ ആഴം എനിക്കളക്കാവതല്ല. നിന്നെ ആശ്വസിപ്പിക്കാൻ ഇവൾ അശക്തിയുമാണ്. പക്ഷേ നിന്നേക്കാൾ ദുഃഖഭാരം പേരെ മുതുകൊടിഞ്ഞു നടക്കുന്നവളാണ് ഈ ഹസ്തിനപുര മഹാറാണി. മക്കളുടെ മുമ്പിൽ ഞാൻ തോറ്റ ദൈവമാണ്. അനർത്ഥകാരികളെന്നും അതിക്രമികളെന്നും കിരാതരെന്നും വിശേഷിപ്പിച്ചെങ്കിലും നൊന്തുപെറ്റ മാതാവിന് സ്വന്തം മക്കളെ കാട്ടിലുപേക്ഷിക്കാൻ പറ്റുമോ? പറയൂ കുന്തി. അമ്മക്ക് കുഞ്ഞിനേക്കാൾ വലുതല്ല ദൈവം പോലും. അതല്ലേ ശരി? അവർ കൈനീട്ടി നൽകുന്ന വിഷം പോലും ദേവോച്ഛിഷ്ടമെന്നോ അമൃതമെന്നോ നണ്ണി വാപിളർന്ന് വിഴുങ്ങേണ്ടി വരും. അതിന് വൈമുഖ്യം കാട്ടുന്ന മാതാക്കൾക്ക് ജീവിത സാഫല്യമില്ല അനിയത്തി, മോക്ഷവുമില്ല. അതല്ലേ സത്യം? അല്ലേ? പറയൂ, ഈ ഗാന്ധാരിക്ക് പിഴവ് പറ്റിയോ? ദുശകുനവും കൊണ്ട് പിറന്ന എന്റെ സീമന്തപുത്രനെ പൊക്കിൽ കൊടിയുടെ നനമുണങ്ങും മുമ്പ് ഘോരവനത്തിലെ കാട്ടുപക്ഷികൾക്ക് കൊത്തിപ്പറിക്കാൻ വലിച്ചെറിഞ്ഞു കൊടുക്കാത്തത് ഈ ഗാന്ധാരിക്ക് പറ്റിയ അബദ്ധമായിരുന്നോ? വിവരദോഷമായിരുന്നോ? അന്ധമായ ഈ അമ്മയുടെ മൂഢസ്നേഹമാണോ ഈ വിപത്തുകൾക്കൊക്കെ മൂലകാരണമായത്? പറയൂ കുന്തി, പറയൂ. നീയും ഒരമ്മയല്ലേ? എനിക്ക് തെറ്റിയോ കുന്തി? കുന്തി, കുന്തി, ഞാൻ തെറ്റ് ചെയ്തവളാണോ? ജ്യേഷ്ഠത്തെ, മറുപടി പറയാൻ ഞാൻ ആളല്ല. ഞാൻ അജ്ഞ, ദുഃഖിത, വെളിച്ചവും കൂടും തേടി അലഞ്ഞു നടക്കാൻ വിധിക്കപ്പെട്ട നിരാധാര, ജീവിതസാഗരത്തിൽ പങ്കായം നഷ്ടപ്പെട്ടവൾ, മക്കൾ എന്ന ദുഃഖവുമായി മുതുകൊടിഞ്ഞു കുത്തിയ അമ്മ. എനിക്ക് എന്റെ വഴി തേടി അലയേണ്ടതുണ്ട് ജ്യേഷ്ഠത്തെ.
കനിവുണ്ടായി യാത്രാനുമതി നൽകൂ. കുന്തി വിട ചോദിക്കുന്നു. കുന്തി, നീ എന്താണിങ്ങനെ യാത്രാനുമതി ചോദിക്കാതെയും അനുഗ്രഹം വാങ്ങാതെയും പുത്രവധുവിന്റെ കണ്ണീർ വീണ അകത്തളത്തിലേക്ക് നിന്നെ പിടിച്ചിഴച്ച് കൊണ്ടുപോകുമെന്ന് ഭയന്നിട്ടോ? പാവം കുന്തി, അത്ര വിവേകം നശിച്ചവളല്ലോ കുന്തി ഞാൻ. ഗാന്ധാരി, ഗാന്ധാരി, ഗാന്ധാരി. എന്നാലും കുന്തി, ദ്രൗപദിയെ നീ എന്റെ മുമ്പിൽ അനുഗ്രഹത്തിനെന്നും പറഞ്ഞ് കൊണ്ടുവരരുതായിരുന്നു. ഗാന്ധാരി, ഗാന്ധാരി. ഓ മഹാരാജാവോ? എത്ര നേരമായി ഒച്ചയിടുന്നു, നീ കേട്ടില്ല അല്ലേ? കേട്ടില്ല. മരിച്ചു കിടക്കുന്നവരാണെങ്കിൽ പോലും ഞെട്ടി ഉണരും വിധമാണല്ലോ ഞാൻ വിളിച്ചു കൂവിയത്. ഞാനും മരിച്ചു പോയിരുന്നു മഹാരാജൻ. അങ്ങയുടെ ശബ്ദമാണ് മൃത്യുകരങ്ങളിൽ നിന്നും എന്നെ തട്ടിപ്പറിച്ചു കൊണ്ടുവന്നത്. ആ, വിളിച്ചതെന്തിന്? പുറത്തിറങ്ങി നിന്ന് കളഞ്ഞതെന്ത്? വെറുതെ. ഞാൻ അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ പുറത്തിറങ്ങി നിന്ന് കളഞ്ഞു, അങ്ങനെയാണോ? അല്ല ഗാന്ധാരി, നീ എന്നിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുന്നു. എന്തിനു മഹാരാജാവേ ഇനിയൊരു ഒളിച്ചോട്ടം? അങ്ങാകുന്ന പ്രവാഹത്തിൽ സംഗമസ്ഥാനത്ത് നിന്ന് തന്നെ പൊട്ടിലയിച്ചു പോയ ഒരു കുമിളയാണ് ഗാന്ധാരി. അങ്ങനെയുള്ള എന്നെ ആ പ്രവാഹത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ പോലും അസാധ്യം. ഇതറിഞ്ഞിട്ടും ഒരു വൃഥാ വിനോദം പോലെ എന്നെ ലക്ഷ്യം വെച്ച് ഒളിയം പെയ്യുന്നു പലപ്പോഴും. വെറുതെ വെറുതെ. ആവട്ടെ, എന്നെ ഇത്ര ബന്ധപ്പെട്ട് അന്വേഷിച്ച് നടന്നതെന്തിന്? അന്വേഷിച്ചത് ഗാന്ധാരിയെ അല്ല, പിന്നെ വിതുരരെ. വന്നില്ലേ? ഇല്ല, കാത്തിരുന്ന് ക്ഷമ നശിച്ചു. ഒരുപക്ഷെ പാണ്ഡുപുത്രരെ കാട്ടിലയക്കുന്ന ഒരുക്കം കൂട്ടലിലാവും. ഞാനും അത് ഊഹിച്ചു. ചോറിങ്ങും കൂറങ്ങും എന്ന മട്ടുകാരനായിരിക്കുന്നു ഗാന്ധാരി വിതുരൻ. അയാളെ വിശ്വസിക്കാൻ പറ്റില്ല. വെറുതെ സംശയിക്കുകയാണ്. അല്ല ഗാന്ധാരി, നിഷ്പക്ഷതയും നിസ്സംഗതയുമൊക്കെ വിതുരന്റെ പൊയ്മുഖം മാത്രം. അയാൾ എന്നും പാണ്ഡുപുത്രരുടെ പാളയത്തിലാണ്. മഹാരാജൻ, സംശയിച്ചു തുടങ്ങിയാൽ ആരെയും വിശ്വസിക്കാൻ വയ്യാതാവും. അതൊരു വിഭ്രാന്തിയായി മാറും. വിതുരൻ ശ്രേഷ്ഠാത്മാവാണ്. നീതിധർമ്മങ്ങളോട് കൂറും ബഹുമാനവും പുലർത്തുന്ന പണ്ഡിത വരേണ്യനാണ്. അങ്ങ് അയാളെ വൃഥാവിൽ സംശയിക്കുന്നു. അങ്ങനെയല്ല ഗാന്ധാരി, സുയോധനൻ പറഞ്ഞും ഞാൻ അറിയുന്നു. കുന്തിപുത്രരോട് പ്രത്യേക വാത്സല്യമാണ് വിതുരന്. മഹാരാജാവേ, മകനെന്ന് വെച്ച് സുയോധനന്റെ എല്ലാ അഭിപ്രായവും മുഖവിലക്കെടുക്കരുത്. അവൻ അമ്മേ, സുയോധന, ഇത്രയും ധിക്കാരമോ നിന്റെ ശബ്ദത്തിന്? മകൻ അമ്മയെ വിളിക്കേണ്ട രീതിയാണോ ഇത്? അല്ല, അമ്മയെ വിളിക്കേണ്ട ശൈലി മക്കളെ ആരും ചൊല്ലിക്കൊടുത്ത് പഠിപ്പിച്ചില്ല. പക്ഷേ അമ്മ കേട്ട ശബ്ദം മകന്റേതല്ല, ഹസ്തിനപുരത്തിലെ യുവരാജാവ് സുയോധനന്റെ. സുയോധന സംഭ്രമിക്കുന്നത് എന്തിനമ്മേ? ദൈവത്തിന്റെ വരദാനമായ വെളിച്ചത്തിനെതിരെ സ്വന്തം കണ്ണുകൾ മൂടിക്കെട്ടി സ്വയം അന്ധത വരിച്ചത് മൂലം മക്കളുടെ വളർച്ച കാണാതിരിക്കുകയാണമ്മ. കുട്ടികളായി കൊട്ടാരമുറ്റത്ത് തലപ്പന്തും കാരിയും കളിച്ചു നടന്ന ഉണ്ണിയല്ല ഞാനിന്ന്. ഹസ്തിനപുരത്തിന്റെ ചെങ്കോൽ പിടിക്കുന്ന രാജാവാണ്. സുയോധന, നിനക്ക് ഭ്രാന്താണ്. ഭീഷ്മ പിതാമഹനും എന്റെ മുഖത്തു നോക്കി ഇതേ വാക്കുകൾ ഉച്ചരിച്ചു. തെല്ലിട മുമ്പ് പറഞ്ഞത് പിതാമഹനായിരുന്നില്ലെങ്കിൽ അത് പറഞ്ഞ നാക്ക് സുയോധൻ അരിഞ്ഞെടുക്കുമായിരുന്നു അമ്മേ. സൂചന മനസ്സിലായി രാജാവേ. മനസ്സിലാവണമെന്ന് വെച്ചാണ് പറഞ്ഞതും. രാജാവിനെ രാജാവിന്റെ വഴിയിൽ വിട്ട് രാജമാതാക്കൾ അവരുടെ നിലക്ക് നിൽക്കണം. അമ്മേ, അമ്മയുടെ ശ്രേഷ്ഠനായ പുത്രൻ ദിഗ്വിജയത്തിനു വേണ്ടി കുതിച്ചു കയറ്റം ആരംഭിച്ചിരിക്കുന്നു. മുന്നിൽ ഉയർന്നു കാണുന്ന എന്ത് പ്രതിരോധവും ഈ സുയോധനൻ കണ്ടെന്ന് നടിക്കില്ല. മഹാമേരുവാണെന്നാൽ പോലും രക്തബന്ധവും വ്യക്തിബന്ധവും ഞാൻ കണക്കാക്കില്ല. അശ്വമേധം കാണാൻ പോയ അമ്മയുടെ ഈ പ്രിയപുത്രനെ അന്തന്റെ മകൻ അന്തൻ എന്ന് ക്രൂരമായി പരിഹസിച്ച ദ്രൗപദിയോട് പ്രതികാരം ചെയ്യാനുള്ള ഉത്കടമായ ആവേശത്തള്ളിച്ചയിൽ എന്റെ മനസ്സിന്നും അന്ധത മൂടിയിരിക്കുകയാണ് മാതാവേ. ദുർമതിയെങ്കിലും
ദുരഹങ്കാരിയെങ്കിലും ദുർമോഹിയെങ്കിലും ശകുനപ്പിഴവോടെ പിറന്നവനെങ്കിലും കുരുവംശത്തിന് നേരെ ദ്രൗപദി എറിഞ്ഞ ചാട്ടുളിയുടെ വായ്ത്തലയൊടിക്കുവോളം സമചിത്തത നഷ്ടപ്പെട്ട മനസ്സിന് വേണ്ടി സ്വയം പ്രാർത്ഥിക്കുന്നവനാണ് സുയോധനൻ. എന്നെ പുറത്ത് മാപ്പു തരൂ മാതാവേ. സുയോധന, വിതുരരല്ലേ? അതെ. ഇന്നലെ ആളയച്ചു. ഏറെ നേരം കാത്തുനിന്നു, വന്നു കണ്ടില്ല. കുന്തിപുത്രരെ വളരെ ദൂരം അനുയാത്ര ചെയ്തെന്ന് കേട്ടു. കേട്ടതു ശരിയാണ് മഹാരാജൻ. കുന്തി വിതുരഗ്രഹത്തിലാണെന്നും കേട്ടു. അതും ശരിയാണ്. പക്ഷേ വിതുരർ ആ കാര്യം എന്നിൽ നിന്നും മറച്ചുവെച്ചു. ഒരിക്കലുമില്ല. ഇന്നലെ മാത്രമാണല്ലോ പാണ്ഡുപുത്രർ പോയത്. കുന്തിയെ വിതുരഗ്രഹത്തിൽ താമസിപ്പിക്കാൻ 2 നാൾ മുമ്പ് തന്നെ യുധിഷ്ഠിരാദികൾ തീരുമാനിച്ചിരുന്നതായാണല്ലോ വിതുരരെ അറിവ്. എന്തോ എനിക്കതറിയില്ല. വിതുരരെ, എനിക്ക് താങ്കളുടെ ബഹുമാനമാണ്. ലോഭമോഹാദികൾക്ക് അതീതനാണ് താങ്കളെന്നും എനിക്കറിയാം. അത് കാരണം ഞാനും ഗാന്ധാരിയും അങ്ങേ വിശ്വസിച്ചു. പക്ഷേ താങ്കൾ പാണ്ഡവപക്ഷത്താണെന്ന് സുയോധനൻ പറഞ്ഞപ്പോൾ സൂചന അതിനനുകൂലമാണ്. ഞാൻ ഏത് സ്വീകരിക്കണം? യുക്തമെന്ന് തോന്നുന്നത് സ്വീകരിക്കണം രാജൻ. വിതുരനെ പോലെ അല്ലേ? ക്ഷമിക്കണം മഹാരാജാവേ, അങ്ങൊരു ചപലനെപ്പോലെ സംസാരിക്കുന്നു. ചാപല്യം മനുഷ്യന്റെ കൂടപ്പുറപ്പാണല്ലോ വിതുരരെ. ഇരിക്കട്ടെ, പാണ്ഡുപുത്രരെ താങ്കൾ അനുയാത്ര ചെയ്യവേ യാത്രാവേളയിലുടനീളം അവർ വാവിട്ട് കരഞ്ഞു എന്ന് കേട്ടു. ശരിയാണോ? ശരിയല്ല. ഹസ്തിനപുരം കരഞ്ഞു. അവരെ അനുയാത്ര ചെയ്ത പൗരവൃന്ദവും മാറത്തടിച്ചു വിലപിച്ചു. കഷ്ടമായി വിതുരരെ. പൗരവൃന്ദം എന്നെ ശപിച്ചു കാണും. അങ്ങയെ ശപിച്ചില്ല, അങ്ങയുടെ പുത്രന്മാരെ ശപിച്ചു. ദുര്യോധനനെയും ദുശ്ശാസനെയും പേരെടുത്ത് വിളിച്ചുകൊണ്ട് ശാപവാക്കുകൾ എറിഞ്ഞു. എന്റെ മക്കൾ ഭാഗ്യഹീനരാണ് വിതുരരെ. സർവനാശത്തിന്റെ ഈ മഹാഗർത്തത്തിൽ നിന്നും അവരെ കരകയറ്റാൻ സർവരക്ഷകനായ ജഗന്നിയന്താവിന്റെ കരങ്ങൾക്ക് കൂടി ഇനി ശക്തി പോരാതാവുമോ എന്നാണ് എന്റെ ഭയം. ആട്ടെ, പാണ്ഡുപുത്രന്മാർ കരഞ്ഞില്ലെന്ന് പറഞ്ഞു. പിന്നെ അവരുടെ പ്രകൃതം എന്തായിരുന്നു? ആസന്നമായ കൊടുങ്കാറ്റിന് തൊട്ടുമുമ്പുള്ള നിശ്ചലമായ പ്രകൃതിയെ ഓർമ്മിപ്പിച്ചുപോയി. വിതുരരെ, ക്രൂരമായ ഉപമകൾ പറഞ്ഞ് താങ്കൾ എന്നെ ഞെട്ടിപ്പിക്കുന്നു. സത്യത്തിന്റെ മുഖം ക്രൂരമാണ് മഹാരാജൻ. അങ്ങയുടെ മനോവിഷമം ഈ വിതുരന് മനസ്സിലാവും. പാണ്ഡുപുത്രരോട് ഇത്രയും കടുത്ത വൈരം വെച്ചു പുലർത്തരുതെന്ന് ഞാൻ അങ്ങയെ ഉപദേശിച്ചതാണ്. കള്ളച്ചൂതു കളിക്കാൻ യുധിഷ്ഠിരനെ പ്രലോഭിപ്പിച്ചു കൊണ്ടുവരാൻ 2ാം തവണയും അങ്ങ് എന്നെ നിയോഗിച്ചപ്പോൾ സ്വപുത്രന്റെ കയ്യിലെ ചരടിന്റെ മുറുക്കത്തിനൊത്ത് ചാഞ്ചാടുന്ന മരപ്പാവയായി അങ്ങ് വർത്തിക്കുന്നതിനെതിരെ ഈ വിതുരൻ മുന്നറിയിപ്പ് നൽകി. പക്ഷേ അങ്ങ് എന്നെ തെറ്റിദ്ധരിച്ചു. ഇപ്പോൾ എല്ലാം അവസാനിച്ചു തുടങ്ങുന്നു എന്ന് മനസ്സിലായപ്പോൾ സർവനാശത്തിന്റെ ഹോമകുണ്ഡത്തിൽ അഗ്നി പടർന്നു കത്തിത്തുടങ്ങിയപ്പോൾ അങ്ങ് ഒരു മന്ദബുദ്ധിയെപ്പോലെ പെരുമാറുന്നു. രാജോചിതമല്ലാത്ത ചാബല്യം കാട്ടുന്നു. ഇനിയും വൈകിയില്ല മഹാരാജൻ. പാണ്ഡുപുത്രരെ തിരിച്ചു വിളിക്കൂ. ചതിയിൽ കൂടി പുത്രൻ നേടിയ സ്ഥാനമാനാദികൾ തിരിച്ചേൽപ്പിക്കൂ. നീതിധർമ്മങ്ങളുടെ വഴിക്കു വരാത്ത സ്വപുത്രനെ തടവിലിടൂ. അല്ലെങ്കിൽ പാണ്ഡവർക്ക് പകരം അവരെ കാട്ടിലയക്കൂ. വിതുരരെ, ക്രോധമെന്തിനു മഹാരാജാവേ? ഇഷ്ടപ്പെടില്ലെന്നറിഞ്ഞുകൊണ്ടു തന്നെയാണ് ഞാൻ പറഞ്ഞത്. മഹാരാജാവിന്റെ ഹിതമറിഞ്ഞു പെരുമാറാൻ ഈ ദാസീപുത്രന് പടുത്വം കുറയും. വിതുരരെ, ദാസീപുത്രനെന്ന് സ്വയം വിശേഷിപ്പിച്ചതിന്റെ പിന്നിലുള്ള താങ്കളുടെ കുബുദ്ധി എനിക്ക് മനസ്സിലാവും. ഈ വംശം കുളങ്കോരുന്നത് കാണാൻ വിതുരർക്കും മോഹമുണ്ട്. എന്തുകൊണ്ട് എന്നും മനസ്സിലാക്കാൻ ഈ അന്ധൻ ഉൾക്കാഴ്ചയുണ്ട്. പുത്രനെ തടവിലിടാനും കാട്ടിലുപേക്ഷിക്കാനും താങ്കൾ ഉപദേശിക്കുന്നതിന്റെ പിന്നിലുള്ള വക്രബുദ്ധി താങ്കളുടെ കപട മനസ്സിന്റെ പൊട്ടിത്തെറിയാണ്.
സുയോധനൻ പറയും വരെ ഞാനത് ഉൾക്കൊണ്ടില്ല. പോകൂ വിതുരരെ, മുഖം ഇവിടെയും മനസ്സവിടെയും എന്ന കാവട്യത്തിന് ഈ കൊട്ടാരത്തിൽ ഇനി സ്ഥാനമില്ല. പോകൂ, എവിടെ വേണമെങ്കിലും പോകൂ. മഹാരാജൻ! പിതാവേ, അച്ഛൻ ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ഈ കപട വേദാന്തിയെ. സുയോധന, മഹാരാജാവ് എന്തു പറഞ്ഞാലും ഈ വിതുരൻ മൂകനായി കേട്ടു നിൽക്കും. എന്നെ വയ്യെന്നാണോ? മഹാരാജാവേ, ഈ കൊട്ടാരത്തിൽ ഇനിയൊരു തത്വജ്ഞാനി നമുക്ക് ആവശ്യമില്ല. ഹസ്തിനപുരത്തിനെതിരെ ഉയരുന്ന ദുഷ്ടഹസ്തങ്ങളെ അരിഞ്ഞു വീഴ്ത്താൻ കരുത്തുള്ള ദീർഘബാഹുക്കളാണ് ആവശ്യം, ഉരുക്കുമുഷ്ടികൾ. പിതാവേ, എല്ലാ തത്വജ്ഞാനികളെയും നാട് കടത്താൻ വിധിക്കൂ. സുയോധന, മരണവക്ത്രത്തിലെത്തിയ രോഗിക്ക് ഔഷധം പാഷാണമായി തോന്നുമെന്ന് കേട്ടിട്ടുണ്ട്. ഹതഭാഗ്യനായ ആ രോഗിയെപ്പോലെയാണ് ഇപ്പോൾ നീ. വിതുരരെ, ഹസ്തിനപുരത്തിന്റെ യുവരാജാവാണ് കൽപ്പിക്കുന്നത്. ഇനിയും ജലിപ്പിക്കാൻ നിൽക്കാതെ പോകൂ പുറത്ത്. വേണ്ട മകനെ, ഈ പുത്രന്റെ ഇംഗിതമെന്തോ അതിന് ഈ കൊട്ടാരത്തിൽ നടക്കണമെന്ന് അഭിലഷിക്കുന്നവനാണ് സുയോധനൻ. പാണ്ഡവരും പാണ്ഡുപത്നിയുമാണ് അഭിമതരെങ്കിൽ ചീവരവും കമണ്ഡലുമായി ഇത്തിരി വർഷം അവരോടൊപ്പം ആശ്രമം കെട്ടി വസിക്കട്ടെ എല്ലാ തത്വജ്ഞാനികളും. സുയോധന, വരൂ അച്ഛാ, നമുക്ക് അമ്മയുടെ അരികിലേക്ക് ചെല്ലാം. അവളെ നീ പിണക്കരുതായിരുന്നു മകനെ. പിണക്കമോ? അമ്മയോടോ? സുയോധനോ? ഈ സൽപുത്രനോ? സമുദ്രവും തിരമാലയും തമ്മിൽ പിണങ്ങുമോ പിതാവേ? സൗഹൃദത്തിന്റെ കെട്ടിമറയലുകളല്ലാതെ. വരൂ അച്ഛാ, ഞാൻ വഴികാട്ടാം. വിതുരരെ, യുവരാജാവ് കൽപ്പിച്ചത് കേട്ടില്ലേ? പോകൂ, എവിടെ വേണമെങ്കിലും പോകൂ. എങ്ങോട്ടാണ്? ഓ ഭീഷ്മാചാര്യരോ, സ്വസ്തി. സ്വസ്തി, സ്വസ്തി. എങ്ങോട്ടേക്കാണ് യാത്ര? തീരുമാനിച്ചില്ല. തൽക്കാലം സ്വഭവനത്തിലേക്ക്. വിതുരരെ, ഞാനെല്ലാം കേട്ടു. ഇടയിൽ കടന്നുവരാൻ ഉദ്യമിച്ചു ആദ്യം, പിന്നെ വേണ്ടെന്ന് വെച്ചു. കേൾക്കൂ വിതുരരെ, കൊല്ലും മുമ്പ് പാപികളെ ദൈവം ഭ്രാന്ത് പിടിപ്പിക്കുന്നു എന്നൊരു ചൊല്ലുണ്ട്. ആ ഭ്രാന്താണ് സുയോധനന്. ദുർബല വികാരങ്ങളുടെ തടവുപുള്ളിയായ മഹാരാജാവിനാണെങ്കിൽ മനോവിഭ്രാന്തി. ഇത്തരുണത്തിൽ രാജാവിനെയും രാജ്യത്തെയും സ്ഥിരചിത്തതയുള്ളവർ ഉപേക്ഷിക്കുന്നത് ധർമ്മമല്ല. വയ്യ ഗുരുദേവ, വയ്യ. ഇല്ല വിതുരരെ, വളരെ നാളുകളൊന്നും കാത്തിരിക്കേണ്ട. അവസാനത്തിന്റെ ആരംഭം കുറിച്ചു തുടങ്ങി. നാമടക്കം ഹസ്തിനപുരം ഒരു മഹാപ്രവാഹത്തിന്റെ കുത്തിയൊഴുക്കിലാണ്. ഒന്ന് കലങ്ങി തെളിയുവോളം ഈ പ്രവാഹം നിൽക്കില്ല. അതിലെ പുൽത്തുരുമ്പുകളോ നീർക്കുമിളകളോ ആണ് നാം എല്ലാം. അല്ലെങ്കിലും വിതുരരെ, കാലമാകുന്ന മഹാപ്രവാഹത്തിന്റെ കുത്തിയൊഴുക്കിലെ വെറും കുമിളകൾ മാത്രമല്ലേ നാം. ശൂന്യതയിൽ അവസാനിക്കുന്ന പൊള്ളയായ ജലബുദ്ബുദങ്ങൾ. അമ്മേ, അവസാനത്തിന്റെ ആരംഭം കെ. തായാട്ട് എഴുതിയ നാടകം സമാപിക്കുന്നു. ശബ്ദം നൽകിയവർ പി. കെ. രാഘവൻ, ടി. വേണുഗോപാലൻ, കെ. വി. രാമചന്ദ്രൻ, എം. എസ്. വാസുദേവൻ, എ. വി. ലക്ഷ്മി, രജിത മധു, തങ്കമണി ശശീന്ദ്രൻ. സംവിധാനം എസ്. ചന്ദ്രൻ.